പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, എല്ലാ യുദ്ധങ്ങളും നമുക്കുള്ളതല്ല. എല്ലാ യുദ്ധങ്ങളും നാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാ യുദ്ധങ്ങളും നാം എതിരിടേണ്ടതായിട്ട് ഇല്ല. അതിൽ ഭൂരിഭാഗവും നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കേണ്ടുന്ന യുദ്ധങ്ങളാണ്. അതിൽ പലതും നാം മൗനമായിരിക്കേണ്ട യുദ്ധങ്ങളാണ്. ഇന്ന് പകലിൽ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നാം പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏവിധമായിരിക്കണം നമ്മുടെ ജീവിതമെന്നും നമ്മുടെ ഇടപെടലുകളെന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനമെന്നുള്ള ദൈനംദിന വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് പകലിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാട്ടെ. ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നാം തന്നെയാണ്. നാം തന്നെയായി ഇടപെട്ട ചില അനാവശ്യമായ ഇടപെടലുകൾ നമ്മെ വല്ലാത്ത കുരുക്കുകളിൽ കൊണ്ട് ചെന്നെത്തിച്ചത് കൊണ്ട് ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നുവെന്ന് പലപ്പോഴും നമുക്ക് പറയുവാനായിട്ട് കഴിഞ്ഞേക്കാം. പലപ്പോഴും അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലായിരിക്കാം. സാമ്പത്തികമായി ഇടപെടരുതാത്ത അവസ്ഥകളിൽ നാം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നാം തന്നെ ആരെയൊക്കെ സഹായിപ്പാനായിട്ടായിരിക്കും. അല്ലെങ്കിൽ എവിടെയോ കൂടെ കടന്നുപോയ ഒരു പ്രശ്നത്തിന് മധ്യത്തിൽ നാം നമ്മുടെ തല കൊണ്ടുവച്ചു. അങ്ങനെ പല തരത്തിലുള്ള കുരുക്കുകളിൽ നിന്ന് മനുഷ്യൻ ചെന്ന് കിടക്കുവാനായിട്ടുള്ള കാരണം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നാം നമ്മുടെ തല കൊണ്ട് ഇടരുത്. 131 സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വചനങ്ങൾക്കകത്ത് മനോഹരമായിട്ടുള്ള ഒരു ശബ്ദം നമുക്ക് ഇങ്ങനെ കാണാം. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ബുദ്ധിക്കെത്താത്ത ചില വൻ കാര്യങ്ങളും അത്ഭുത വിഷയങ്ങളുമൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, നമ്മുടെ ഭവനത്തിനകത്ത് നടക്കുന്നുണ്ട്, നമ്മുടെ ദേശത്തിൽ നടക്കുന്നുണ്ട്. എല്ലാത്തിനകത്തും കൊണ്ട് നമ്മുടെ തലയിടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 35 അധ്യായം അതിൻ്റെ 20 മുതലുള്ള വചനഭാഗത്തിൽ നിന്ന് നാം ഇന്ന് പകലിൽ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം യഹൂദയുടെ രാജാവായ യോശിയാവാണ്. യോശിയാവിനെ പറ്റി നാം ഒന്ന് ചിന്തിച്ചാൽ, തൻ്റെ 8ാമത്തെ വയസ്സിൽ യഹൂദയുടെ രാജാവായി സ്ഥാനക്കയറ്റം ലഭ്യമായ, അല്ലെങ്കിൽ യഹൂദയുടെ രാജാവായി മാറ്റപ്പെട്ട, തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ യഹൂദയുടെ രാജാവായി മാറ്റപ്പെടുവാനായിട്ടുള്ള അവസരം ലഭിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു യോശിയാവ്. 2 ദിനവൃത്താന്തം 35 അധ്യായം അതിൻ്റെ 24 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ യഹൂദായും യെരൂശലേമും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. യിരെമ്യാവും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. യോശിയാവ് എന്നുള്ള രാജാവ്, 8 വയസ്സിൽ രാജാവായി മാറ്റപ്പെട്ട ആ മനുഷ്യൻ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അവിടെയുള്ള ജനങ്ങളും മറ്റുള്ള പ്രധാനപ്പെട്ട പ്രവാചകന്മാരുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ ഒരിക്കൽ കൂടെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ലത് മാത്രമാണ് യോശിയാവിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത് എന്ന് മനസ്സിലാകും. എന്നാൽ ഈ യോശിയാവ് ഈ 35 അധ്യായം തന്നെ അതിൻ്റെ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ മനോഹരമായിട്ട് അവിടെ പെസഹ ആചരിക്കുന്നത് നമുക്ക് കാണാം. കാലാകാലങ്ങളായി നിർത്തലാക്കപ്പെട്ടിരുന്ന പെസഹ, അല്ലെങ്കിൽ പൂർണ്ണമായി ദൈവം പറഞ്ഞ അതേ തോതിൽ ആചരിക്കുവാനായിട്ട് കഴിയാതിരുന്ന ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ആ യഹൂദ രാജ്യത്തിൽ ഏറ്റവും ഭയങ്കരമായി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പെസഹ ആചരിച്ച് ഉത്സവ പ്രതീതി ഉളവാക്കിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് യോശിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം യഹോവ ഭക്തനും തികഞ്ഞ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനും, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്നവനും, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീവ്രമായിട്ടുള്ള ആഗ്രഹവുമുള്ള ഒരു മനുഷ്യനായിരുന്നു യോശിയാവ്. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നാൽ അതിൻ്റെ 20ാമത്തെ വചനം മുതൽ നാം വായിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാളുകളിലെ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹം മരണമടഞ്ഞത്? 20ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോശിയാവ്
ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രയീം രാജാവായ നെഖോ, മിസ്രയീമിലെ രാജാവായ ഫറവോനായ നെഖോ ഫ്രാത്തിന് സമീപത്തുള്ള കർക്കമിശ് ആക്രമിപ്പാൻ പോകുമ്പോൾ യോശിയാവ് അവൻ്റെ നേരെ പുറപ്പെട്ടു. ഇവിടെ നാം കാണുന്നത്, അങ്ങനെ ഇതാ യഹൂദ വളരെ സന്തുഷ്ടവാന്മാരായി, അവിടെയുള്ള ജനങ്ങളൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. അവരിതാ ദൈവത്തെ ആരാധിച്ചും ഒക്കെ സ്തുതിച്ച് അധിക നാളുകൾ കഴിഞ്ഞിട്ടില്ല. ദൈവാലയത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം യഥാസ്ഥാനത്താക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തോടുകൂടെ അവർ ആയിരിക്കുമ്പോൾ തന്നൊരു വാർത്ത കേൾക്കുകയാണ്. മിസ്രയീം രാജാവായ നെഖോ ഫ്രാത്തിനരികെയുള്ള കർക്കമിശ് ആക്രമിക്കുവാനായിട്ട് കടന്നു പോകുന്നു. ഒരിക്കലും ഈ കാര്യത്തിൽ യോശിയാവ് ഇടപെടേണ്ടിയ കാര്യമില്ല. കാരണം നെഖോ യഹൂദയ്ക്കോ യോശിയാവിനോ വിരോധമായിട്ടല്ല കടന്നു വരുന്നത്. അദ്ദേഹം പോകുന്നത് ഫ്രാത്തിനരികെയുള്ള കർക്കമിഷിലേക്കാണ്. അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ കാണുന്നു, എന്നാൽ അവൻ അവൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. യോശിയാവിൻ്റെ അടുക്കലേക്ക് നെഖോ ദൂതന്മാരെ അയച്ചു. യഹൂദ രാജാവേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഞാൻ ഇന്ന് നിന്റെ നേരെയല്ല, എനിക്ക് യുദ്ധമുള്ള ഗൃഹത്തിൻ്റെ നേരെ അത്രേ പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. ആ വാക്കാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കുക, യുദ്ധം തനിക്ക് വിരോധമായിട്ടല്ല നടക്കുന്നത്. നെഖോ രാജാവിന് യഹൂദ രാജാവായ യോശിയാവിനെ തൊടുവാനോ അദ്ദേഹത്തിൻ്റെ വിരോധമായി കടന്നു വരുവാനോ ഒരു ആഗ്രഹവുമില്ല. അങ്ങനെ ഒരു ഇച്ഛയും തൻ്റെ മനസ്സിനകത്തില്ല. എന്നാൽ നെഖോയ്ക്ക് വിരോധമായി ആക്രമിക്കുവാനായിട്ട് ഒരുങ്ങുന്ന യോശിയാവിന് തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് നെഖോ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണ്. രാജാവേ, എനിക്ക് നിന്നോടൊരു വിരോധവുമില്ല, നീ എനിക്ക് വിരോധമായി വരരുത്. എന്നോട് ദൈവാത്മാവ് പ്രേരിപ്പിച്ചിരിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്, വേഗത്തിൽ കർക്കമീഷിലേക്ക് കടന്നു പോകുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ വഴിയിലാണ്. നീ എന്നോട് ഈ പ്രശ്നത്തിൽ ഇടപെടുവാനായിട്ട് വരരുത്. കാരണം എന്നെ അയച്ചിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഈ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം നെഖോ രാജാവ് യഹൂദ രാജാവായ യോശിയാവിന് കൊടുക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ആ വാക്ക് കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. തൊട്ടടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതൊന്നും കാര്യമാക്കാതെ യോശിയാവ് ഇതാ ഇറങ്ങി പുറപ്പെടുകയാണ്. തൻ്റെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച്, യുദ്ധത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് ഒരു വലിയ പടക്കൂട്ടവുമായിട്ട് നെഖോയ്ക്ക് വിരോധമായി യോശിയ രാജാവും തൻ്റെ സംഘവും അണിനിരക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. യോശിയാവും നെഖോയും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത നിമിഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നെഖോയുടെ വില്ലാളികൾ അസ്ത്രമെയ്ത് യോശിയാവിനെ കൊന്നുകളയുന്ന ഒരു കാഴ്ചയാണ്. വളരെ ദയനീയമായിട്ടുള്ളൊരു അന്ത്യത്തിലേക്ക് യോശിയാവിൻ്റെ ജീവിതം വഴിമാറുകയാണ്. സന്തോഷത്തിൽ നിന്ന് വിലാപത്തിലേക്ക് ഒരു രാജ്യത്തെ മുഴുവനും നയിക്കുന്ന ഒരു കാഴ്ച. തൻ്റെ തെറ്റായ ഒരു ഇടപെടൽ, തൻ്റെ തെറ്റായ ഒരു തീരുമാനം, ദൈവത്തിങ്കൽ നിന്ന് ആലോചന ചോദിക്കാതെ കാര്യങ്ങളെ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട്, സ്വന്തം ജ്ഞാനത്തിൽ, സ്വന്തം പരിജ്ഞാനത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യോശിയാവ് തയ്യാറായപ്പോൾ തൻ്റെ അവസാനത്തിന് തന്നെ അത് കാരണമായി മാറ്റപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്ന് പകലിലും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഓരോ കുടുക്കുകളിൽ നാം പെട്ട് കിടക്കുകയാണെങ്കിൽ ഓർക്കുക, ഇനി ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ ചെന്ന് പെടുവാൻ നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. നാം പ്രാരംഭത്തിൽ വായിച്ച വചനം പോലെ ബുദ്ധിക്കെത്താത്തതും അത്ഭുത വിഷയങ്ങളിലും ഒന്നും ഇടപെടാതെ ദൈവവുമായിട്ട് ഏറ്റവും അടുത്തുകൊണ്ട് ദൈവവുമായി ഇടപെട്ടുകൊണ്ടൊരു മനുഷ്യനായിരിക്കുകയാണെങ്കിൽ, ആ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അപകടങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മേളിൽ എടുത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യം ദൈവം നമുക്ക് മുമ്പിൽ ഒരുക്കി വയ്ക്കുകയില്ല. സദൃശ്യവാക്യങ്ങൾക്കകത്ത് ഇതുപോലുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സദൃശ്യവാക്യങ്ങൾ 26-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായയുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. ജ്ഞാനിയായ ശലോമോൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, വഴിയെ പോകുന്ന ഒരു നായയുടെ ചെവിക്ക് പിടിച്ചാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ നായ റിയാക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു സാഹചര്യം വരെ ആ ചെവിക്ക് പിടിക്കുന്ന മനുഷ്യനുണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ആ നായയുടെ കയ്യിൽ നിന്ന് നല്ല കടി കിട്ടുക തന്നെ ചെയ്യും.
എന്ന് പറയുന്നത് പോലെയാണ് വഴിയെ പോകുന്ന വഴക്കുകാരുമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യൻ്റെ അനുഭവം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 23-24 വചനങ്ങളിൽ തിമോത്തിയോസിനെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് താൻ പറഞ്ഞു കൊടുക്കുന്നത്: ബുദ്ധിയില്ലാത്ത മൗഢതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ഷണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ഒരു ദൈവഭക്തനായി നാം ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ മൗഢ്യ തർക്കങ്ങളിൽ നാം ഇടപെടരുത്. എന്ന് പറഞ്ഞാൽ 2 പേർ ഒരു വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുവാനായിട്ടായിരിക്കും ഒരുപക്ഷെ നാം ചെന്ന് നിൽക്കുന്നത്. അവിടെ ജ്ഞാനത്തോടെ ശാന്തമായി സമർത്ഥമായി കാര്യങ്ങളെ ഉപദേശിച്ച് നേരെയാക്കുവാൻ പ്രാഗൽഭ്യം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ഒരു മനുഷ്യൻ മാത്രം ആ കാര്യം ചെയ്യുവാനായിട്ട് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ചെന്ന് നിൽക്കുന്ന ഇടപെടുന്ന ആ മനുഷ്യൻ്റെ ജീവിതം അപകടത്തിലാകുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി എങ്ങനെ നമുക്കിതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാം? ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ചില ഗിഫ്റ്റുകളുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാക്കളുടെ വിവേചനം എന്ന വരം. ഇന്ന് പകലിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. ദൈവമേ, ആത്മാക്കളുടെ വിവേചനം എന്നുള്ള ഗിഫ്റ്റ് അവിടെ നിന്ന് എനിക്ക് തരണമേ എന്നാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കൊതിക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം പതിയിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവമേ, ആ വിവേചനത്തിൻ്റെ ആത്മാവ് ആൾക്കാരെ ഒന്ന് തിരിച്ചറിയുവാൻ, ആൾക്കാർ എന്ത് ഹൃദയത്തോടു കൂടിയാണ്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ആത്മാക്കളുടെ വിവേചനം എന്നുള്ള വരത്തിനായി നമുക്ക് ഇന്ന് പകലിൽ കൊതിക്കാം. വിവേചന വരമുണ്ടോ? ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയും. യോശിയാവിന് അത് ദൈവമാണോ സംസാരിച്ചത്, ദൈവത്തിൻ്റെ വചനമാണോ അത് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. തൻ്റെ ജീവിതം അപകടത്തിലായെങ്കിൽ ആ അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ, ആ അനർത്ഥത്തിൽ നാം കുടുങ്ങിപ്പോകാതിരിപ്പാൻ ആത്മാക്കളുടെ വിവേചനമെന്നുള്ള ആത്മാവിൻ്റെ വരത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് ചോദിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വചനം: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമുക്ക് ഇന്ന് പകലിലും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, ദൈവമേ, വകതിരിവും വിവേകവും ജ്ഞാനവും പരിജ്ഞാനവും ആത്മാക്കളുടെ വിവേചനവും ഈ വിധമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള കൃപകൾ എൻ്റെ മേൽ അധികമായിട്ട് പകരണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജയാളിയായി ജീവിക്കുവാൻ, അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ, ജയത്തോടെ ജീവിക്കുവാൻ സഹായിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകാം. ഒരിക്കൽ കൂടെ അവസാനമായി ഓർപ്പിക്കട്ടെ, അനാവശ്യമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. എല്ലാ യുദ്ധങ്ങളും നാം ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ദൈവത്തിന് കൊടുക്കേണ്ട യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ കൊടുത്താട്ടെ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.